ഫ്ലെക്സ് എന്നതാ 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച മക്കളുടെ ഫോട്ടോ പോസ്റ്റിന്റെ മുകളിൽ ഫ്ലെക്സ് അടിച്ചു വെക്കുന്ന ഉമ്മ, നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാപ്പാ, നീ ഭയപ്പെടടേ. ഒന്നതാ അസൂയയുടെ കണ്ണാണ്, രണ്ടാമത്തെ കണ്ണ് റബ്ബേ അത് അത്ഭുതത്തിന്റെ കണ്ണാ, മൂന്നാമത്തെ കണ്ണേതെന്നറിയുമോ? നബി തങ്ങൾ പറയുകയാണ്, ഐനുന ഖാതിലു, കൊന്നുകളയുന്ന കണ്ണാട്. പറയുന്നത് അറം പറ്റുമടോ? അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് അറം പറ്റുമടോ? ബൈക്കില് പാഞ്ഞു പോകുന്നവനെ കാണുമ്പോ ചിലര് ചോദിക്കാറുണ്ട്, ചാകാൻ പോകുകയാണോ? സുബ്ഹാനല്ലാഹ്, പടച്ചവനെ അതാ പലതും നമ്മൾ കാണുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കണ്ണീരെന്ന് പറയുന്നത് സത്യമാ. അത് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും സഹോദരാ, മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ പിതാവ് തന്റെ മക്കളോട് പറയുന്നു, മക്കളൊക്കെ ഗ്ലാമറുള്ളവരാണ്, കണ്ടാൽ ഏത് മനുഷ്യനും നോക്കി പോകുന്ന മക്കളാണ്. അതുകൊണ്ടാണ് പടച്ചവരെ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ ഒരു വാതിലിലൂടെ കയറി പോകാൻ പാടില്ല. ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ എന്റെ മോളെ കാണാൻ ഇത്തിരി സുന്ദരിയാണ്, പുറത്തു വിടാതിരിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കളുണ്ടല്ലോ, ആ മക്കളെ വീടിന്റെ പുറത്ത് വിട്ടാ അവിടെ ഒരു ദുആ ചെയ്തിട്ടാ തന്റെ പൊന്നാര മക്കളെ പുറത്തു വിടുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആ ഉണ്ടല്ലോ, പെങ്ങളെ മക്കളെ പുറത്തു വിടുമ്പോൾ, മക്കളെ സ്കൂളിൽ വിടുമ്പോ, മക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോകുമ്പോ, അല്ലാഹുവേ ആ മക്കളെ മന്ത്രിക്കാൻ ഒരു ദുആ നബി തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാ. ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള്, ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാര മകള് പടച്ചവനെ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന 2 മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്ത ദുആയാ. ഈ ദുആ നബി തങ്ങളെ പഠിപ്പിച്ചതല്ല, ഈ ദുആ നബി തങ്ങളെ പഠിപ്പിച്ചതല്ല. അല്ലാഹുവേ മഹാനായ പ്രവാചകന്മാർ യാക്കൂബ് നബി അലൈഹിസ്സലാം പടച്ചവനെ മുൻഗാമികളായ പ്രവാചകന്മാർ അവിടുന്ന് തന്റെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്ത ദുആയാണെന്ന ചരിത്രം പഠിപ്പിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ മക്കളെ പുറത്തു വിടുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചു തന്ന ദുആയുണ്ടല്ലോ. ഏത് ദുആയാണ്? മക്കളുടെ തലയിലൊന്ന് ഓതി ഊത് പെങ്ങള്, എന്റെ പൊന്നാര മകന്റെ തലയിലൊന്ന് ഓതി ഊത് വാപ്പാ. ഏത് ദുആ എന്നറിയുമോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ. അല്ലാഹുവേ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ കുല്ലി ശൈത്താനിൻ വആമ വമിൻ കുല്ലി ശൈ വമിൻ കുല്ലി ഐനിൻ ലാമ. ഈ ദുആയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹസനും ഹുസൈൻ എന്ന് പറയുന്ന മക്കളുടെ തലയിൽ ഇങ്ങനെ ഊതി മന്ത്രിച്ചിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അത്ഭുതപ്പെടുത്തുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആയതാ. അത്ഭുതപ്പെടുത്തുന്ന കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ദുആയതാ. മൂന്നാമത്തെ കണ്ണ് കൊലപാതകമാടോ, കൊന്നുകളയുന്ന കണ്ണാടോ. അല്ലാഹുവേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, എല്ലാവിധ ശർറുകളിൽ നിന്ന് കാക്കണേ അല്ലാ. കണ്ണീരെന്ന് പറയുന്നത് നിസാരമല്ലടോ, അത് സിഗറിനെക്കാളും വലിയ കാര്യമാണടോ. അത് പ്രയാസം അനുഭവിക്കുന്നവർക്ക് അതിനെ കുറിച്ചറിയൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ മക്കളെ നല്ല നിലയിൽ വളർത്തു, മക്കളെ ദീന് പറയുന്ന രീതിയിൽ വളർത്തു. നാലാമത്തെ കാര്യം അതായിരുന്നു. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അഞ്ചാമത്തെ കാര്യം അല്ലാഹുവിനെ കുറിച്ചാ.
അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തടോ. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് അവിടുന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാ. അല്ലാഹുവിനെ കുറിച്ച് അവിടുന്ന് പഠിപ്പിക്കുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ പൊന്നാര മക്കള് വന്നിട്ട് പറഞ്ഞു, വാപ്പാ, യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ മകന് ചെന്നായ പിടിച്ചു കൊണ്ടുപോയി പായി വാപ്പാ. യൂസുഫിനെ കൊന്നുകളഞ്ഞ മക്കള് വാപ്പാന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ചെന്നായ പിടിച്ചു കൊണ്ടുപോയി. റബ്ബേ, യാക്കൂബ് നബി വിശ്വസിച്ചില്ലടോ. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടിട്ടില്ല, അവൻ തിരിച്ചു വരുമെന്നറിയാ, അവൻ എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമെന്നറിയാ. യാക്കൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം കാത്തിരുന്നടോ. കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയടോ. പക്ഷേ അല്ലാഹു കൈവിടില്ലെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നപ്പോ അവിടെ അല്ലാഹു തന്റെ പൊന്നാര മകനെ തിരിച്ചു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ വാപ്പമാരോട് പറയുകയാണ്, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള് തള്ളിക്കളയുന്നവരുണ്ടോ, ഒരിക്കലും ഇവൻ നന്നാകില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ. മോശമായ ജീവിതം നയിക്കുന്ന മക്കളെ ശപിക്കലല്ല, പ്രാകലല്ല, നല്ലത് പറവാപ്പാ, നല്ലത് പറവുമ്മ. നിന്റെ സ്വന്തം മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോ അവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞവനെ അവനെ ഉപേക്ഷിക്കരുത്. അവന് വേണ്ടി ദുആ ചെയ്യൂ, അവന് വേണ്ടി ദുആ ചെയ്യൂ. നിന്റെ നാവ് കൊണ്ട് ദുആ ചെയ്യൂ. നിന്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടോ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, ഫുളൈൽ എന്ന് പറയുന്ന സ്വഹാബിയുണ്ടല്ലോ, അല്ലാഹുവേ, അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. അലി എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. ആ പൊന്നുമകനെ എത്ര ഉപദേശിച്ചിട്ടും അവൻ നന്നാകുന്നില്ല. എന്തെല്ലാം നോക്കി, ഏതെല്ലാം വഴികൾ നോക്കി. എന്നിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു, അലി എന്ന് പറയുന്ന പൊന്നാര മകൻ നന്നാകാതെ വന്നപ്പോ ശപിച്ചില്ല, കൈയൊഴിഞ്ഞില്ല. തങ്ങളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനോട് പറഞ്ഞു, അല്ലാഹ്, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാനെ, ഇവനെ ഞാൻ നന്നാക്കാൻ നോക്കിയിട്ട് ഞാൻ പരാജയപ്പെട്ടിരിക്കുന്ന തമ്പുരാന്. അല്ലാഹുവേ, നിന്നെ ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ്. ഇനി ഇവനെ നന്നാക്കാൻ തവക്കൽതു അലല്ലാഹ്, ഇവനെ നന്നാക്കാൻ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ അല്ലാഹ്. ഇവനെ നന്നാക്കി തരണേ അല്ലാഹ്. ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അല്ലാഹനെ ഏൽപ്പിച്ചതോ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തന്റെ മകന് ഖുർആൻ ഓതുന്നതൊരു ലഹരിയായി, ഖുർആൻ കേൾക്കുന്നതൊരു ലഹരിയായി. ദുസ്വഭാവങ്ങൾ മുഴുവനും മാറുകയാണ്. ഖുർആനുമായി ബന്ധപ്പെടുകയാണ്, ഇൽമുമായി ബന്ധപ്പെടുകയാണ്, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുകയാണ്. അവസാനം പടച്ചവനെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ്. 24 മണിക്കൂറും ഖുർആനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അവസാനം സുബ്ഹാനല്ലാഹ്, അലി എന്ന് പറയുന്ന മകൻ ലോകത്തോട് വിട പറഞ്ഞത് ഖുർആൻ ഓതിയിട്ടാ വാപ്പാ. എങ്ങനെയാണ് അലി നന്നായത്? ഫുളൈൽ എന്ന് പറയുന്ന വാപ്പ അല്ലാഹുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, റബ്ബേ, ഇവനെ നിന്നെ ഏൽപ്പിക്കുകയാണ് തമ്പുരാന്. ഇവനെ നന്നാക്കണം തമ്പുരാന്, ഇവനെ നന്നാക്കണം തമ്പുരാന്. അതുകൊണ്ട് ഉപ്പമാരെ, മക്കള് നന്നാകാൻ ദുആ ചെയ്യ്. നല്ലവരുടെ കൂടെ നടക്ക്, നല്ലവരുടെ കൂടെ നടക്ക്, നല്ല കൂട്ടുകാരുടെ കൂടെ നടക്ക്. പടച്ചവനെ, മുതഅല്ലിമീങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. പള്ളിയിലെ ഉസ്താദന്മാരുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുമായിട്ടൊരു ബന്ധമുണ്ടാക്കൂ. നന്മ പഠിപ്പിച്ചു കൊടുക്കൂ, നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ, നല്ല കാര്യങ്ങളുടെ മജ്‌ലിസുകളിൽ പങ്കെടുക്കൂ. അൽഹംദുലില്ലാഹ്, അവനെ നല്ല ഒരു മനുഷ്യനാക്കാൻ പഠിപ്പിക്കണോ. പെങ്ങളെ,
തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അല്ലാഹുവിനെ പരമേൽപ്പിച്ച അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? പറയണം പെങ്ങള്, പഠിക്കണം പെങ്ങള്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമർ തങ്ങളതാ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ്. കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു പിതാവിനെയും മകനെയും കാണുകയാണ്. കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ്. രണ്ടുപേരെയും വരച്ചു വെച്ചതുപോലെ ഇരിക്കുകയാണ്. ഉമർ തങ്ങൾക്ക് കണ്ടപ്പോ അത്ഭുതമായി. അവിടെ നിന്ന് ചോദിച്ചു, വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ? ആ സമയത്ത് പറഞ്ഞ ഉമർ തങ്ങള്, ഈ മകൻ ആരാണെന്നറിയോ? ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ പിതാവ് പറയുകയാ, ഇവനെ അല്ലാഹ് തന്നതാ തങ്ങള്, ഇവനെ അല്ലാഹ് തന്നതാ തങ്ങള്. എങ്ങനെയാണ് ഈ പൊന്നുമോനെ എനിക്ക് ലഭിച്ചതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവര്, ആ മനുഷ്യനൊരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. തന്റെ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹുവേ, യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ സഹോദരനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടല്ലോ, ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവക്കുകയാണ്. തന്റെ ഗർഭിണിയായ മകളുടെ വയറുണ്ട്, തന്റെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാ, എന്റെ അതാ ഞാൻ യുദ്ധത്തിന് പോവുകയാണ്. എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ, നോക്കിക്കൊള്ളണേ അല്ലാ. ആ പിതാവ് തന്റെ ഭാര്യയുടെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ കുഞ്ഞിന്റെ കാര്യം അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. ഈ കുഞ്ഞിനെ നോക്കണേ തമ്പുരാന്, നിന്നെ ഏൽപ്പിക്കുന്ന തമ്പുരാന്. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് യാത്രയാവുകയാ. ആ പിതാവ് പറയുന്ന, ഉമർ തങ്ങള്, ഞാൻ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എന്റെ ഭാര്യ മരിച്ചു തങ്ങള്. ആ മനുഷ്യന്റെ ഭാര്യ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി. ജനങ്ങളല്ലാ കൊണ്ടുപോയി ജനാസ കബറടക്കുകയാണ്. കബറടക്കി കഴിഞ്ഞപ്പോ കബറ് പിളരുകയാ. കബറ് രണ്ടായി പിളരുകയാ. ഒരു വെളിച്ചം കാണുകയാ. പള്ളിപ്പറമ്പിൽ ഒരു വെളിച്ചം കാണുകയാ. ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാ. പടച്ചവരെ, എല്ലാവരും ഓടിച്ചെല്ലുമ്പോ ആ പെണ്ണിന്റെ കബറിനകത്തൊരു കുഞ്ഞു കിടന്ന് കരയുകയാ. എല്ലാരും ചെന്ന് നോക്കുമ്പോ ആ കബറിനകത്തൊരു കുഞ്ഞു കിടന്ന് കരയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ആ കുഞ്ഞിനെ എടുത്തു കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുന്നത്, കുഞ്ഞിനെ മാത്രം നീ ഏൽപ്പിച്ചു, നിന്റെ ഭാര്യയെ കൂടെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അതും നിനക്ക് കിട്ടുമായിരുന്നു. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല, ആ മനുഷ്യൻ കുഞ്ഞിനെ ഏൽപ്പിച്ചുള്ളൂ, ഭാര്യയെ ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്ക്. അല്ലാഹ് ആരാണെന്ന്, പടച്ച റബ്ബ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക്. അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, എല്ലാവരും നല്ലവരുമായി ബന്ധപ്പെടുക, നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുക, ആലിമീങ്ങളെ ബഹുമാനിക്ക്, ആലിമീങ്ങളെ സ്നേഹിക്ക്, എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് നടക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം. അതാരുമാകട്ടെ, ഏത് സംഘടനയുമാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാവരെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ പഠിക്കുകയും ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഒരുപാട് മുതല്ലിമീങ്ങളെ കണ്ടു.